यह कहानी है केरल के मोहम्मद इस्माइल और तेलंगाना के జగిత్యాల జిల్లా ధర్మపురికి చెందిన ఎడ్ల లక్సన్న, కేరళలోని పాలక్కాడుకు చెందిన మహమ్మద్ ఇస్మాయిల్. ఇక చూద్దాం పారిగా కథ ఏందో. ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാജി കാരക്കാട്. ഈ പൈസൻ്റെ മുകളിൽ ബന്ധം മുറിഞ്ഞ ഒരുപാട് ആളുകൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നമ്മൾ സുഹൃത്തുക്കൾക്ക് കടം കൊടുത്ത് അതല്ലെങ്കിൽ എടുത്തേക്കാൻ കൊടുത്തിട്ട് പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ അവരുടെ ബന്ധം അറ്റുപോയ ഒരുപാട് കഥകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു കഥ എനിക്ക് പറയാൻ കേട്ടോ, എൻ്റെ നാട്ടിലെ ഇസ്മായിൽ കട കഥ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 25 വർഷങ്ങൾക്ക് ശേഷം പൈസ തിരിച്ചു കൊടുത്ത ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ വളരെ രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഒരു കഥയാണ്, സ്റ്റോറിയാണ്. അപ്പോൾ അത് ഒരുപാട് ചാനൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും അങ്ങനെ ഒരുപാട് ചാനൽ വന്നിട്ടുണ്ട്. എൻ്റെ നാടായ കാരക്കാടിൻ്റെ അടുത്ത് വാർഡ് ഹൗസിലെ ഇസ്മായിലിക്കാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വരും. അസ്സലാമു അലൈക്കും. 1600 കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഈ കൊടുക്കാനുള്ള ബാധ്യത 25,000 രൂപ. 25,000 രൂപ അല്ലെ? അന്നത്തെ 3000 റിയാൽ. ഇതിന് 31 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കടബാധ്യതക്ക്. കടബാധ്യത എടുത്തേക്കാൻ കൊടുത്താണ്. അത് തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാരം ഇറക്കി വെച്ചാണ്. ഇതിൽ അക്കടപാടാണല്ലോ എന്നുള്ള നിലക്ക് അല്ലെ? ആ ഒരു ന്യൂസാണ് നിങ്ങളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങളെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കട്ടോ. ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഹൈദരാബാദോ? ഹൈദരാബാദിൽ പോകണം. ധർമ്മപുരി എന്ന് പറയും. ധർമ്മപുരി. ഹൈദരാബാദ് 5 മണിക്കൂർ യാത്ര. ഈ അഡ്രസ് മാത്രം വെച്ചിട്ട് നിങ്ങള് പിന്നെ എങ്ങനെ ജമീനോട് ഞാൻ ന്യൂസ് ഇങ്ങനെ വായിച്ചപ്പോ ഹൈദരാബാദിലുള്ള പല ജനങ്ങളോട് അന്വേഷിക്കുമ്പോൾ ഒക്കെ അതിന് വ്യക്തമായിട്ട് ഇത് കിട്ടുന്നില്ല. ഞാനിത് പോകണം എന്നുള്ളത് കാരണം ഈ അഡ്രസ്സിൽ എഴുത്തയച്ചിട്ടും രജിസ്റ്റർ ചെയ്തിട്ടും ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ എങ്ങനെയാലും പിന്നെ തെരഞ്ഞു പോകണം എന്നുള്ള ഒരു മനസ്സാക്ഷി വന്നു. അത് വന്നിട്ട് കാലം കൊണ്ട് 10-12 കൊല്ലമായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ചില സാഹചര്യങ്ങളും മറ്റുള്ളതും മറിച്ചൊക്കെ ആയിട്ട് നമുക്ക് നടക്കണില്ല. പൈസ ഇല്ലാണ്ട് പൈസ ഇവിടെ വെച്ചിട്ടുണ്ടാകേണ്ടത് നമ്മളെ ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ പിന്നീട് നോക്കി നോക്കുമ്പോൾ പിന്നെ എങ്ങനെയും പോയേ പറ്റുള്ളൂ. എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലേ, ഇതായിട്ട് ഇങ്ങനെ നടക്കില്ല. നമ്മൾ ഈ പൈസ നമ്മൾ എപ്പോഴാണ് നമ്മുടെ കാറ്റ് പോകുന്ന അറിയില്ലോ. അങ്ങനെ എന്തിനാ പറയണത്. പിന്നെ ഞാനിത് അപ്പൊ ലാസ്റ്റ് അടുത്തിടെയാണ് ഇപ്പൊ ഈ ജെമിനിയെ കുറിച്ചാണ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഉള്ളത് പറയാലോ. 6 വർഷം പഴക്കമുള്ള ഒരു സുഹൃത്താണ്. 31 വർഷം പഴക്കമുള്ള സുഹൃത്ത്. എനിക്ക് അങ്ങനെ കണ്ടുപിടിക്കണം. എഴുത്തയച്ചിട്ടൊന്നും മറുപടി ഇല്ല. രജിസ്റ്റർ അയച്ചിട്ടുണ്ടാവും. ഞാൻ എന്റെ അറിവിൽ ഒരു 10 മിനിറ്റാണ് ഇങ്ങനെ അത് കാണാപ്പെടാനല്ലേ. എഡ്ല രചന, ഹൗസ് നമ്പർ 756, ധർമ്മപുരി പോസ്റ്റ്, ജഗത്തിയാൽ താലൂക്ക്, കരീംനഗർ ഡിസ്ട്രിക്ട്, ആന്ധ്രാപ്രദേശ്. ഇത് എഴുതിയിട്ട് അത് വൈഹാട്ടേക്കണേ. ഇത് ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലം 2 ഉണ്ട്. ഒന്ന് തമിഴ്നാട്ടിലുണ്ട്, അതെനിക്കറിയാം. പിന്നെ ഉള്ളത് ഈ ധർമ്മപുരിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് 2 വഴികളുള്ളത്. ഹൈദരാബാദിന് ഒരു 400 കിലോമീറ്റർ അധികം ഉണ്ടാവും. ഇവര് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ 1200 കിലോമീറ്റർ ഉള്ളതാണ്. 1200 കിലോമീറ്റർ 1200 കിലോമീറ്റർ ഓൾറെഡി ഇവിടുന്ന് ഹൈദരാബാദിൽ തന്നെ ഉണ്ടോ. പിന്നെ അവിടുന്ന് 1400 കിലോമീറ്റർ അങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഏകദേശം 1400-1500 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സുഹൃത്തും കൂടി കൂടിയിട്ടല്ലേ പോയത്? അതെ. ഞങ്ങളിപ്പോ ഒരാഴ്ച എടുത്തു. മണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ബാല്യകാല സഹി പറഞ്ഞ പോലെ വളരെ അടുപ്പുള്ള സുഹൃത്താണ്. വളരെ ചെറുപ്പം മുതലേ ഒരു 14 വയസ്സുള്ള ബന്ധമുള്ള. അവന് പിന്നെ ഇവിടെ ബോംബെയിൽ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി മാനേജറാണ്. ഏകദേശം ഇതിപ്പോ നിങ്ങൾ അവിടെ പോയി വരാന് കൂടുതൽ 5000 മുകളിൽ ചെലവായിട്ടുണ്ടാവും. ബാക്കി ആർക്കാ 5000 നിൽക്കൂല. അവിടെ ചെന്നിട്ട് റൂം എടുത്ത് തന്നെ 1000 റുപ്യ 10 രൂപയുടെ ഉള്ളിൽ തീർച്ചയായിട്ടും. ജെമിനി പറഞ്ഞ ഈ കാലഘട്ടത്തിലെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കാനുള്ള ആളുടെ അഡ്രസ് 1500-1600 കിലോമീറ്റർ അപ്പുറമുള്ള ആളെ കണ്ടെത്തി. ഇത് എഡ്ല എന്ന് പറയുന്ന ഒരു ഫാമിലി നെയിമാണ്. ഈ ഫാമിലി നെയിമിൽ അവിടെ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. അപ്പൊ എനിക്ക് ഒന്നുകൂടെ ആവേശമായി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, വെച്ച് വിട്ടു. നമ്മളെ സുഹൃത്തിനെ കൂട്ടിയിട്ട് ഇത് കാലഘട്ടത്തിൽ വാങ്ങിയിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാതെ ഒരുപാട് ബന്ധങ്ങൾ കാലഘട്ടമാണിത്. പക്ഷെ നമുക്കത് ശരിയാവില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ 25 വർഷം പഴക്കമുള്ള ഒരു പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 1600 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ 16 രൂപ ചെലവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തും ഈ പ്രായത്തിൽ നിങ്ങൾ പിന്നെ കഷ്ടപ്പെട്ട് അവിടെ എത്തി എന്ന് പറയുമ്പോൾ ഇതിന് നല്ല പ്രസക്തി ഉണ്ട്. പ്രസക്തി ഇല്ല. ഒരാളെ അങ്ങോട്ട് വരൂല. ചിലപ്പോ നിങ്ങളും പടച്ചോനും അയാളല്ലാതെ ഒരു മനുഷ്യ അറിയുന്നില്ല. അയാൾക്കും ഈ കണക്ക് വിട്ടുകൊണ്ടു. അപ്പൊ ഇതിന്റെ ദഗ്ന ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം 25 വർഷം മുന്നേ 31 വർഷം മുന്നേ സൗദി അബഹയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടൈലർ ഷോപ്പിൽ
പൈസ എടുത്തേക്കാൻ വേണ്ടിട്ട് അത് കൊടുത്ത ഒരു അന്ന് കൊടുത്ത ഒരു അങ്ങനെ ഇയാൾ ഒരാൾ മാത്രമൊന്നല്ല, അത് ഒരുപാട് ആളുകൾ കൊടുത്തിരുന്നു. പക്ഷെ എല്ലാവരും അന്നത്തെ അയാളുടെ പൈസ അയാൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ. അയാൾ നാട്ടിൽ പോയിട്ട് പിന്നെ അങ്ങനെ ഈ ബന്ധം അറ്റുപോയി. അയാൾ എനിക്ക് 3000 റിയാൽ എന്റെ സൂക്ഷിക്കാൻ, അയാൾക്ക് അന്ന് ശമ്പളം 6000 കണ്ട് ലാസ്റ്റ് നാട്ടിൽ പോകുമ്പോൾ കൊടുത്തപ്പോ അതിൽ നിന്ന് പകുതി പൈസ കണ്ടവൻ എന്റെ അടുത്ത് തന്നതാണ് ഈ 3000 റിയാൽ. എനിക്ക് അപ്പൊ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, മനസ്സിലായി, കടലാസിൽ അപ്പൊ തന്നെ എഴുതി വെച്ചു. കടലാസ് അതിൽ അപ്പൊ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു അഡ്രസ്, ആ അഡ്രസ് അതിലാണ്, മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഇവര്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങൾ അവിടെ ചെന്ന് ഈ ബസ്സിന് കയറി അവിടെ പോയി അവിടെ ഇറങ്ങി 2 ബസ് മാറി കയറിയിട്ട് അവിടെ നിന്ന് പോയത്. അപ്പൊ ഇത് മറ്റേ ജെമിനി പറഞ്ഞല്ലോ അതേ പോയിന്റ് ആണ് അവിടെ. എനിക്കത് അവരെ ആപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞതേ അത് മതിയല്ലോ ഒരാളെ കണ്ടുപിടിക്കാൻ. ആ ജെമിനി ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പോകില്ല. കാരണം എനിക്ക് പോകാനുള്ള ഒരു ആത്മധൈര്യം ഇല്ല. എനിക്ക് സത്യം പറഞ്ഞ ആ കാശന്റെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് അവിടെ സത്യം പറഞ്ഞ അവിടെ തുള്ളി ചടഞ്ഞു മതി. അവിടെയാണ് അപ്പൊ വീഡിയോ കോൾ ചെയ്തു. അപ്പൊ ഇയാള് സന്തോഷം കൊണ്ട് കരച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാനും അവനും നിങ്ങള് പിന്നെ ഇതിങ്ങോട്ട് തിരിച്ചു വന്നല്ലോ അത് വേറെ രസണ്ടേ. ഇവൻ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഓ ഇസ്മായിൽ ബോയ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും വേണം. ഇല്ല ഈ പറഞ്ഞ പോലെ ഒരു സങ്കടവും ഇതൊക്കെ തന്നെയായിരുന്നു. നിന്റെ പൈസ എന്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ ആരെയൊക്കെ കൊടുക്കണം, നിന്റെ ഭാര്യയുടെ കൊടുക്കണം, മകന്റെ കൊടുക്കണം, ആരെ വേണ്ടെന്ന് വെച്ചു. അപ്പൊ അവൻ പറഞ്ഞു യാർ പോയി പറഞ്ഞത് കിസിക്കാൻ ആരെ കൊടുത്താലും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെടുത്ത് പൈസ കൊടുത്തു. അപ്പൊ അവൻ അവരോട് പറഞ്ഞു, പിന്നെ ഇസ്മായിലിന്റെ ഉറ്റ സുഹൃത്താണ്, അവന് ഭക്ഷണം കൊടുക്കണം, അവനെ അവിടെ താമസിപ്പിക്കണം, പറഞ്ഞേക്കരുത്, 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവരതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ചുറ്റുപാടൊക്കെ എല്ലാം നല്ല ചുറ്റുപാടൊക്കെ ഒരു കുഴപ്പമില്ല. തെലങ്കാന സ്റ്റേറ്റിൽ ഇപ്പൊ മലയാളികളുടെ പിന്നെ അഭിമാനം എന്ന് പറഞ്ഞാൽ വാനോട് ഉയർന്നുണ്ടാവും. എല്ലാ ലോക്കൽ ചാനലും ഇപ്പൊ അവിടുത്തെ ന്യൂസ് ഇപ്പൊ 25 വരാൻ കാരണം ഒരു പറഞ്ഞ സംഭവമാണ്. അവനാണ് ഇത് ന്യൂസ് അയക്കുന്നത്. അപ്പൊ ഇവൻ രസം കേൾക്കണം. ഇവൻ എന്താ എന്നോട് പറഞ്ഞറിയോ, അപ്പൊ ചായ കുടിയോ കഴിഞ്ഞ് മൂപ്പര് പൈസ നിന്നെ കൊടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങൾ സംഭവം ഉണ്ടോ, കാരണം ഇത്രയും ദൂരത്ത് നിങ്ങൾ എത്ര കിലോമീറ്റർ ഉണ്ട്, 10 കിലോമീറ്റർ ഉണ്ട്, നിങ്ങൾ ഇവിടം വരെ വന്ന് ഈ പൈസ കൊടുക്കാൻ കാണിച്ചൊരു മനസ്സ് അത് വല്ലാത്ത. ഒക്കെ മലയാളത്തിലാണ് പറയുന്നത്, മലയാളം നന്നായിട്ട് അറിയാം. പിന്നെ അപ്പൊ എന്താ പേര് എന്ന് ചോദിച്ചു. പേര് ഇസ്മായിലാണ് പറഞ്ഞു. എന്റെ പേര് ഇസ്മായിലാണെന്ന് പറഞ്ഞു. എന്റെ ഉപ്പാന്റെ പേര് ഇസ്മായിലാണ്. ഒരുപാട് അഭിമാനിക്കുന്നത് പേരിൽ തന്നെ. ഇത് എന്റെ വലിയപ്പാടെ പേര് കേട്ടോ. 2 ദിവസമായി മുപ്പര വിളിക്കാൻ വേണ്ടി എപ്പോഴത്തെ കാരണം ഇതൊന്ന് നേരിട്ട് വന്ന് കാണണം, സംസാരിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇതൊന്ന് ലോകത്തോട് വിളിച്ച് എന്റെ ചാനലിലൂടെ പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഞങ്ങളെ ഇതിന് വേണ്ടിയിട്ട് 5 കോൾ വിളിച്ചിട്ടുണ്ടാവും, 5-6 കോൾ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഹൈദരാബാദ് തുടങ്ങിയ വിളിയാണ്. അപ്പൊ ഇസ്മായിൽ എന്നെ വിളിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതൊന്ന് എല്ലാവരും അറിയിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. കൊണ്ടുകൊടുക്കാൻ പോയാലും ഇവരുടെ പേര് മണിയോ അതിന്റെ ഒരു സന്തോഷം, എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു പിന്നെ വാരണാസി ഇത് രണ്ടാളുമാണ് മണിക്ക് ഇസ്മായിലിക്കാണ് ഈ 1600 കിലോമീറ്റർ അപ്പുറം താണ്ടിട്ട് പൈസ കൊണ്ടെടുക്കാൻ പോയിക്കുന്നത്. എന്താണെങ്കിൽ ഈ കഥ വളരെ സന്തോഷം, മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പിന്നെ സ്റ്റോറിയാണ്. പ്രസാദ് എന്താണെന്ന് വെച്ചു, ഇത് പ്രസാദാന്ന് പറഞ്ഞു. അപ്പൊ ഇത് പുറത്തുനിന്ന് സാധനം കിട്ടും, പക്ഷെ ഉള്ളില് അത് പൂജ ചെയ്തിട്ടേ കിട്ടുള്ളൂ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ നിന്ന് മേടിക്കാൻ. അപ്പൊ എനിക്ക് പറഞ്ഞ എനിക്കും മേടിക്കും പറഞ്ഞു. അത് എനിക്കല്ല, ഈ കാണുന്ന വീടും ഇതിന്റെ മേലത്തെ വീടും ഇത് അയൽവക്കത്തൊക്കെ ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് പറഞ്ഞ നമ്മളെ സ്വന്തം പെറ്റമ്മനെ പോലെ സുന്ദരിയടുത്ത് പറയും. അപ്പൊ അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, 3 വീട്ടിൽ കൊടുക്കണം. അതിന് ഞാൻ അതൊന്ന് വാങ്ങിച്ചു. ദക്ഷിണകാശി പറഞ്ഞവർക്ക് ഭയങ്കര വേണ്ടപ്പെട്ടതാ, ചെറിയതൊന്നുമല്ല. കൊടുത്തിട്ടില്ല കേട്ടോ, വേറെ കഥ അവിടെ വെച്ചിട്ടുള്ളൂ. ഞാൻ സാധനം ഇവിടെ ഉണ്ട്, ഞാൻ കുളിക്കം പിടിക്കാൻ ഞാൻ എടുത്ത് കൊടുക്കണ്ട, അവരുടെ ഐശ്വര്യമായിട്ടുള്ള വൃത്തിയായിട്ട് കൊടുക്കാല്ലോ വിചാരിച്ചിട്ട്. എന്താണെങ്കിലും കണ്ടതിലും പരിചയപ്പെട്ടാലും ഒരുപാട് സന്തോഷം. ഞാൻ പോട്ടെ.